ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം. അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി. വികസിത ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. യുവസംഗമം പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. വയനാട്ടിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ കർണാടകയിലെത്തിച്ച കാട്ടാന ചെരിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങളിലൊന്നായി വീണ്ടും കോഴിക്കോട് കാപ്പാട് ബീച്ച്. യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി മികവിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച ഒന്നാം ഇന്നിംഗ്സ് സ്കോർ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ സമീപനങ്ങളും പരിഷ്കാരങ്ങളും ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മികച്ചതും വേഗത്തിലുള്ളതുമായ നീതി നിർവഹണം ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിലധിഷ്ഠിതമാകണമെന്ന് പറഞ്ഞ ശ്രീ മോദി രാജ്യത്തെ നിയമവ്യവസ്ഥ നിരവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകുമെന്നറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സ് സാമൂഹ്യ മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിലൊരാളാണ് അദ്വാനിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. LK അദ്വാനിയോട് സംസാരിക്കുകയും ബഹുമതി ലഭിച്ചതിൽ അഭിനന്ദിക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. 1927 നവംബർ 8 ഇന്നത്തെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച അദ്വാനി 1980 ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതൽ ഏറ്റവും കാലം പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയും പിന്നീട് ഉപപ്രധാനമന്ത്രിയായും ചുമതല വഹിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഒഡീഷയും അസമും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് ഒഡീഷയിലെ സാമ്പൽപൂരിൽ 68,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഒഡീഷയിലെ ഊർജ്ജോൽപാദന മേഖലയിൽ നിർണായകമായ നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കുന്നത്. നാളെ അസമിലെ ഗുവാഹട്ടിയിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. 2047 വികസിത ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. യുവജന ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള അവേക് യൂത്ത് ഫോർ നേഷൻ യുവസംഗമം കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. നിരവധി പദ്ധതികൾ യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിനും ലഭിച്ചിട്ടുണ്ടെന്നും ശ്രീമതി ലേഖി പറഞ്ഞു. വയനാട് മാനന്തവാടി നഗരത്തിൽ മണിക്കൂറുകളോളം ഭീതി പടർത്തിയതിനെ തുടർന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന ചെരിഞ്ഞു. ഇന്നലെ രാത്രിയോടെ മയക്കുവെടിവെച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോയെങ്കിലും രാവിലെ 7 മണിയോടെ ബന്ദിപ്പൂരിൽ വെച്ച് ആന ചെരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ രാവിലെ 6 മണിയോടെയാണ് തണ്ണീർക്കൊമ്പൻ മാനന്തവാടി നഗരത്തിലെത്തിയത്. തുടർന്ന് ദൌത്യസംഘത്തിന്റെയും വനപാലകരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനൊടുവിൽ രാത്രി 10:30 തണ്ണീർക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തണ്ണീർക്കൊമ്പനെ വെടിവെക്കുവാൻ ഉത്തരവ് ലഭിച്ചത്. തുടർന്ന് 5:30 ദൌത്യസംഘം ആദ്യം മയക്കുവെടിവെച്ചു. അത് പരാജയപ്പെട്ടെ തുടർന്ന് 2 തവണ മയക്കുവെടിവെച്ചുവെങ്കിലും രാത്രി 9 മണിയോടെയാണ് തണ്ണീർക്കൊമ്പൻ പാതി മയക്കത്തിൽ എത്തിയത്. തുടർന്ന് 3 കുങ്കിയാനകളുടെ സഹായത്തോടെ എലിഫന്റ് ആംബുലൻസിന്റെ സഹായത്തോടെ ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചു. ബന്ദിപ്പൂർ രാമപുരത്തെ ആന ക്യാമ്പിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞ കാരണം വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ വിദഗ്ധാന്വേഷണം നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണം സ്ഥിരീകരിക്കാനാകൂ എന്നും ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വെറ്റിനറി സർജൻ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുക്കും. അന്വേഷണം സുതാര്യമായി തന്നെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ വീണ്ടും ലഭിച്ചു. കാപ്പാടിന്റെ പരിസ്ഥിതി സൌഹൃദ സമീപനം, സൌരോർജ്ജത്തിന്റെ വിനിയോഗം, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ രീതികൾ, പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ സംരംഭങ്ങൾ കണക്കിലെടുത്താണ് കാപ്പാട് ഇത്തവണയും ബ്ലൂ ഫ്ളാഗ് പട്ടികയിൽ ഇടം പിടിച്ചത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങളിലൊന്ന് എന്ന കാപ്പാടിന്റെ പദവിയെയാണ് ബ്ലൂ ഫ്ളാഗ് അംഗീകാരം സൂചിപ്പിക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ, മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in വേക്കൻസീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. ഇതോടെ 7000 രൂപയായി പ്രതിഫലം ഉയരും. 26,125 പേർക്കാണ് നേട്ടം. ആശാപ്രവർത്തകരുടെ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫല വിതരണത്തിനായി 31.35 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 472 വില്ലേജ് ഓഫീസുകൾ ഇതോടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറി. വയനാട്, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള 10 ജില്ലകളിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി നടന്ന ചടങ്ങിൽ ബന്ധപ്പെട്ട MLAമാരും പങ്കെടുത്തു. സംസ്ഥാനത്തെ 1666 വില്ലേജുകളെ മുഴുവൻ സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഇന്ന് സ്മാർട്ടായി പ്രഖ്യാപിക്കപ്പെട്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. വൈകുന്നേരം ആറ്റിങ്ങലിൽ നടക്കുന്ന പൊതുയോഗം പ്രകാശ് ജാവ്ദേക്കർ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കും. ചടങ്ങിൽ 1000-ഓളം പുതിയ പ്രവർത്തകർ BJP അംഗത്വം ഏറ്റെടുക്കും. 25,000-ലധികം പേർ പദയാത്രയിൽ പങ്കെടുക്കും. ദേശീയ കരകൌശല പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ആന്റണി രാജു MLA മേള ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. കേന്ദ്ര വസ്ത്രമന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ കരകൌശല വിപണനമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അയ്യങ്കാളി ഹാളിൽ ആന്റണി രാജു MLA പ്രദർശനമേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 12 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ഉൽപാദകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനുള്ള സൗകര്യമുണ്ട് എന്നതാണ് മേളയുടെ പ്രത്യേകത. കരകൌശല വിപണനമേളയുടെ ഭാഗമായി ഫുഡ് കോർട്ടും സംഘടിപ്പിക്കും. ചൂരൽ, മുള, ലെതർ, തടി തുടങ്ങിയവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഹാൻഡ് പ്രിന്റഡ് തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിനുണ്ടാകും. സ്മാർട്ട് ഫോണിന്റെ പാഠങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. ഉയരങ്ങൾ കീഴടക്കാം എന്ന മുദ്രാവാക്യത്തോടെയാണ് പദ്ധതി മുന്നേറുന്നത്. 38 ഗ്രാമപഞ്ചായത്തുകളിലും 3 നഗരസഭകളിലുമായി നടപ്പാക്കിയ പദ്ധതിയിലൂടെ 80%-ലധികം ക്ലാസുകൾ പൂർത്തിയാക്കി. പാലക്കാട് ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത സ്വരം 2024 പാട്ടുത്സവം മെഗാ സിംഗിംഗ് മാരത്തോണിൽ 1230 വനിതകൾ 10 മണിക്കൂർ തുടർച്ചയായി ഗാനം ആലപിച്ചു. കുടുംബശ്രീ ആരംഭിച്ച തിരികെ സ്കൂൾ ക്യാമ്പയിനിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ 95 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പ്രവർത്തിക്കുന്ന 97 CDSകളിലെ കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും SVEP അംഗങ്ങളും കുടുംബശ്രീ മിഷൻ ജീവനക്കാരും പാട്ടുത്സവത്തിന്റെ ഭാഗമായി. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ഏകപക്ഷീയമായ 1 ഗോളിന് കേരള പോലീസ് കേരള യുണൈറ്റഡ് FCയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ഏകപക്ഷീയമായ 1 ഗോളിന് KSEBയെ പരാജയപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 396 റൺസിൽ അവസാനിച്ചു. 7 സിക്സും 19 ഫോറുകളുമായി 209 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ് എടുത്തിട്ടുണ്ട്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ വനിതാ സിംഗിൾസ് സെമിയിൽ. ഇന്തോനേഷ്യയുടെ എസ്റ്റർ നുറുമെ വാർഡോയോയെ ആണ് ഇന്ത്യൻ താരം നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്. സ്കോർ 21-14, 19-21, 21-13. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേത്ര ശസ്ത്രക്രിയകൾ നടത്തിയത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം ജനറൽ ആശുപത്രിയിൽ HMC ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അഡ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം. അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി. വികസിത ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. യുവസംഗമം പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. വയനാട്ടിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെത്തിച്ച കാട്ടാന ചരിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങളിലൊന്നായി വീണ്ടും കോഴിക്കോട് കാപ്പാട് ബീച്ച്. യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി മികവിൽ ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച 1ാം ഇന്നിംഗ്സ് സ്കോർ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.